നിലമ്പൂരിലെ ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. പുതുപ്പള്ളിയിലെ പോലെ ചാവി എടുക്കാൻ മറന്നതല്ല, ഇവിടെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടെണ്ണൽ തുടങ്ങാൻ വൈകുമെന്നാ പറയുന്നത്. QR കോഡ് അതെന്തിനത് അങ്ങനെ QR കോഡ് വർക്ക് ചെയ്യാതിരിക്കാൻ പാടില്ല. ഇത് ഇലക്ഷൻ കമ്മീഷനാണ്. അതെ അല്ലേ? നിഖിൽ പ്രമേഷ് ശരിയാണ്. നിഖിൽ, പണ്ട് പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടത് താക്കോലെടുക്കാൻ മറന്നുപോയ ഉദ്യോഗസ്ഥനെയാ. ഇവിടെ QR കോഡിന് എന്തോ പറ്റുന്നേ? ഇങ്ങനൊക്കെ പറ്റാവോ? എന്തൊരു ക്യൂ? അതെ, പറയൂ. അതങ്ങനെ ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുകയാണ്. അതും UDF വലിയ ഭൂരിപക്ഷം ഇത്തവണ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഈ QR കോഡ് കൃത്യമായി വർക്ക് ചെയ്യാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ 7:37 ആകുന്നു. അപ്പോഴും പൂർണ്ണമായി ഉദ്യോഗസ്ഥർക്ക് ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു പ്രതിസന്ധിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. QR കോഡ് പ്രവർത്തിക്കാത്തതാണ് ഇതിന് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂരിലെ അമൽ കോളേജിലാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വണ്ടൂര്, നിലമ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അതുകൊണ്ട് തന്നെ വൈകാൻ സാധ്യതയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ അറിയിക്കുന്നുണ്ട്. അതായത് 8 മണി കഴിഞ്ഞ് നമ്മളിങ്ങനെ നിലമ്പൂരിലെ ഫലം എന്തായി എന്ന് അന്വേഷിച്ചാൽ പ്രേക്ഷകർ മനസ്സിലാക്കിക്കൊള്ളുക, അല്പം വൈകും അവിടുത്തെ ഫലം പുറത്തു വരാൻ. കാരണം അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. QR കോഡ് കൃത്യമായി സ്കാൻ ചെയ്ത് അത് പ്രവേശിക്കാൻ കഴിയാത്തതാണ്. അത് സ്കാനിങ് കൃത്യമായി നടക്കാത്തതാണ് അതിന് കാരണം എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വളരെ വേഗത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. SK ഹാഷ്മി അസിത. ഓക്കെ, താങ്ക് യു നമ്മുടെ പ്രജിൻസി കണ്ണൻ അല്ലല്ലോ, പാട്ടൊക്കെ ഇന്നലെ കൊണ്ട് പോയി ഉള്ളിയുടെ. ഓക്കെ, അപ്പോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.